ഇക്ക സുഖാണ്, കൊഴപ്പൊന്നുമില്ല. നിങ്ങളെ പാടെന്താ? ആ അല്ലിക്ക, നിങ്ങളെന്താ നോമ്പായിട്ട് പൈസ ഒന്നും അയക്കാത്ത്? നാളെ ഇവിടെ നോമ്പല്ലേ? പിന്നെ അതെ, ഇനി എന്താ ചെയ്യാ? ഉമ്മയാണെന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോ പൈസ അയക്കും വിചാരിച്ച് കാത്തിരിക്കാണ്. എന്താപ്പ ഉമ്മാനോട് പറയാ? നാളെ നേരം വെളുത്ത അവിടെ നോമ്പല്ലേ? ഒരു സാധനം വാങ്ങിട്ടില്ലേ? ഇക്കറിയില്ല. ഇപ്പാനാണെങ്കി ഇപ്പൊ കണക്കാക്കാനും പറ്റൂലല്ലോ, ഇപ്പൊ വെയ്യാതിരിക്കല്ലേ. അല്ല, ഇങ്ങക്ക് എന്തെങ്കിലും ഉണ്ടോ നോമ്പറക്കുമ്പോത്തിന്? അവരിങ്ങനൊക്കെ ചെയ്യുമ്പോ എന്താ കാട്ടലേ? സാധനങ്ങളൊക്കെ കഴിഞ്ഞിക്കണേ. നോമ്പായിട്ട് വാങ്ങാന്ന് വിചാരിച്ചിട്ട് ഒന്നും വാങ്ങിട്ടുണ്ടായിരുന്നില്ലല്ലോ. ഇപ്പൊ പെട്ടെന്നല്ലേ നിങ്ങള് പറഞ്ഞത് നിങ്ങക്ക് പൈസ കിട്ടിയിട്ടില്ലാന്ന്. ഇല്ല ഇല്ല, ഒന്നും കിട്ടിയിട്ടില്ല. അതന്നെ ഇപ്പ ജമീൽ താത്ത എന്നോട് പറഞ്ഞു, ഓർക്ക് എല്ലാവർക്കും കിട്ടിയിരിക്കണെന്ന്. ഇക്കറിയില്ല, കിട്ടേക്കാരം. നിങ്ങള് ഇനി അതിന് ടെൻഷൻ ആവൊന്നും വേണ്ട. എന്തേലൊക്കെ ചെയ്യ. ഞാൻ ഉമ്മാനോട് പോയി പറയട്ടെ കാര്യങ്ങള്. എന്നാ ശരി എന്നാ. ആയിക്കോട്ടെ. വലൈക്കും അസ്സലാം. ഇപ്പൊ എന്താ ചെയ്യാ? സാധനം വാങ്ങാനാണെങ്കിൽ ഒരു ഉറുപ്പില്ലേനും. ഉമ്മാ, എന്തിയെ? ഇക്ക വിളിച്ചീന്ന്. സാധനം വാങ്ങാൻ പൈസ ഒന്നും കിട്ടിയിട്ടില്ലാന്നാ പറഞ്ഞത്. അടുത്ത മാസം ഒന്നിച്ചിട്ടാണ് ശമ്പളം തരുള്ളൂന്ന് അത്ര അറബി പറഞ്ഞു. തന്നെ? ഇപ്പൊ എന്താപ്പ നമ്മള് കാട്ടുക? ഒരു സാധനം ഈ പെരന്റെ ഉള്ളിൽ ഇല്ലല്ലോ. ഓൻ പൈസ അയച്ചിട്ട് വേണം സാധനം വാങ്ങാൻ വിചാരിച്ചിരിക്കേനില്ല നമ്മള്. എന്തെങ്കിലൊക്കെ വഴി ഉണ്ടാക്കാം. അല്ലാപ്പ എന്തെന്നാ പറയാ? ഇപ്പാനോടൊന്ന് പറയട്ടെ ഞാൻ ഈ കാര്യങ്ങളൊക്കെ. ഇക്കറിയില്ലമ്മ എന്താ കാട്ടണ്ടെന്നുള്ളത്. ഇക്കാനും പറഞ്ഞിട്ട് കാര്യൊന്നുമില്ലല്ലോ. അവിടെ ആയിരുന്നുണ്ടെങ്കിൽ അറബിക്ക് കൊടുക്കാനും പൈസ ഉണ്ടല്ലോ. അതൊക്കെ കൂടെ കണ്ടിട്ടേ കാര്യം അറബി മാസം സാലറി കൊടുക്കാതിരുന്നിട്ടുണ്ടാവുക. ഇനിയിപ്പൊ ഈ നോമ്പ് ഇനിയിപ്പൊ എങ്ങനെ കഴിച്ചു പോവാന്ന് ആലോചിക്കുമ്പോഴാണ്. ഇപ്രാവശ്യം ആണെങ്കിൽ ഒരു കിറ്റ് പോലും നമ്മക്ക് കിട്ടിയിട്ടില്ല. ഇവിടെ ആർക്കും കിട്ടിയിട്ടില്ല തോന്നുന്നുണ്ട്. കിറ്റിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ്, മറ്റേ ജമീൽ താത്ത ഇല്ലേ? ജമീൽ താത്താക്കൊക്കെ കിറ്റൊക്കെ കിട്ടിയത്രേ. നമ്മളെ പെരേല് മാത്രം അതൊന്നും കിട്ടാത്തുള്ളൂ. ഓൽക്കൊക്കെ കിട്ടിയിരിക്കണില്ലേ? ഇക്കൊല്ലം മാത്രം ഞമ്മളെന്തേ ഒഴിവാക്കിയാണാവോ ഓല്? അത് ഓല് ചോദിച്ചുന്ന് പറഞ്ഞു. എന്താ ഓൽക്ക് കൊടുക്കാത്ത, ഇവിടെ മാത്രമേ ഉള്ളൂ ചോദിച്ചപ്പോ ആര് പറഞ്ഞത്ര, അതൊക്കെ ഇനി പാവപ്പെട്ട ആൾക്കാർക്കുള്ളതാണ് ഈ കിറ്റൊക്കെ, അല്ലാതെ ഗൾഫുകാർക്കൊന്നും ഉള്ളതല്ലാന്ന് പറഞ്ഞു. അപ്പൊ ഇക്ക പോയിട്ടിപ്പോ അധികമൊന്നും ആയിട്ടുമില്ലല്ലോ. ഒന്നും ആവാറായിട്ടില്ല ഓൽക്കൊക്കെ അറിയണതാണ്. പിന്നെപ്പോ ആദ്യായിട്ട് പോയ ഒരാളല്ലേ. ആളെന്തൊക്കെയാ ചെയ്യാ? നമ്മളീ പെര ലോൺ എടുത്ത പൈസ തന്നെ കൊടുക്കാനല്ലേ? മാസം അതും പോണം. ഈ മാസത്തത് അതും തെറ്റുന്നാ പറഞ്ഞത്. കാണുന്ന ആൾക്കാർക്ക് എന്താ സ്വന്തമായിട്ട് ഒരു പെരണ്ട്, പിന്നെ ഓല് ഗൾഫിലാണ്, അതൊക്കെ വിചാരിച്ചിട്ടാവും ഓരാ കിറ്റൊന്നും തരാഞ്ഞ്. ഓൽക്കൊക്കെ ഇപ്പൊ എന്താ പറഞ്ഞൂടെ? എന്റെ കുട്ടി എങ്ങനെയാ എവിടെ നിക്കണെന്നുള്ളത് നമ്മക്ക് മാത്രമേ അറിയുള്ളൂ. പിന്നെ നാട്ടുകാർക്കൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ. ഞമ്മക്ക് വേണ്ടിട്ടല്ലേ ഓൻ പോയിക്കണത്. അപ്പൊ പിന്നെ പറഞ്ഞിട്ടും കാര്യൊന്നുമില്ലല്ലോ. നീച്ച് ബേജാറാവൊന്നും വേണ്ട. എന്തെങ്കിലുമൊക്കെ ചെയ്യാം നമ്മക്ക്. ഇനി ഞാൻ ഉണ്ടാക്കിക്കോളാം അടുക്കളത്തതേ. വേണ്ട വേണ്ട, ഇത് ഞാൻ ചെയ്തോണ്ട്. അത് സാരില്ല, നിങ്ങളോട് പൊയ്ക്കോളി, ഞാൻ ഉണ്ടാക്കിക്കോളാം. ഇപ്പാക്ക് എന്തോ ചൂടുവെള്ളം എന്തോ വേണമെന്ന് പറഞ്ഞിരുന്നല്ലോ. നിങ്ങൾ ആദ്യമായിട്ടാണ് പൊയ്ക്കോളി. ഞാനത് പറ്റ മറന്നിക്കണ് ഇപ്പാക്ക് ചൂടുവെള്ളം കൊണ്ടു കൊടുക്കാന്.
ഒരു ഓർമ്മയില്ലടി, ഓരോരോ കാര്യങ്ങൾ തലക്ക് കേറിയിട്ട് എന്തൊക്കെയാ ചെജണ്ടെന്നുള്ളത് ഒരു പുറത്തുമില്ല. എപ്പോഴെങ്ങാനും ചോദിച്ചിക്കണ് ഞാൻ മറന്നിക്കണ്. വേഗാണ് കൊണ്ടുകൊടുത്താളിമ്മ. ആ എടുക്കട്ടെ. എന്തൊക്കെയാ ഇപ്പൊ ചെയ്യും? ഒരു കൊടുത്തൂല്ല, എല്ലാ സാധനങ്ങളും കഴിയും ചെയ്തു. എല്ലാരും വിചാരം ഞങ്ങള് കാക്ക ഗൾഫിലല്ലേ, അപ്പൊ പിന്നെ നല്ല പൈസ ഉണ്ടാവുന്ന, ആരോടും ചോദിക്കാനൊരു മാർഗമില്ല. പെരയിലും ചോദിക്കാൻ മാർഗമില്ല. ഓലൊക്കെ വിചാരിക്കും പൈസ എടുത്ത് വെച്ചിങ്ങാണ്ട് കടം ചോദിക്കുന്നു. ഇതാ നിങ്ങക്ക് ചൂടുള്ള വെള്ളം വേണം പറഞ്ഞീന്നില്ലേ, ഞാനത് പറ്റ മറന്നീന്ന്. എന്താ ഇതൊക്കെ മറക്കുമല്ലോ. അവിടെ എന്താണ് എന്റെ വെച്ചിരുന്നുട്ടാ. മുഖത്തിനൊക്കെ ഒരു വല്ലായ്മ? എന്താ പറ്റി? എന്റെ മുഖത്തിന് എന്താ ഒരു കുഴപ്പം? ഒരു കുഴപ്പമില്ല. ചെക്കൻ വിളിച്ചിരുന്നത്ര, നോമ്പായിട്ട് പൈസ ഒന്നും കിട്ടിയിട്ടില്ല, അറബി കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട്. അതാലോചിച്ചിട്ടാ, ഒരു സാധനം ഇല്ല ഈ പേരന്റെ ഉള്ളില്. ഒരു പൈതലുള്ളതല്ലേ ഇവിടെ. അതിന് ഈ കുട്ടികളുടെ ഇടയ്ക്ക് ഇങ്ങനെ പോകുമ്പോഴൊക്കെ അതിന്റെ മനസ്സിലുണ്ടാവൂല എന്റെ പെരയിൽ ഒരു സാധനവും ഇല്ല, നോമ്പറക്കാൻ ഇക്കാരൊന്നും വാങ്ങി തന്നിട്ടില്ലാന്ന്. അതൊക്കെ കൂടെ ആലോചിക്കുമ്പോ ഒരു സങ്കടം. അതിനെന്തെങ്കിലുമൊക്കെ കൊടുക്കണ്ടേ? ഈ നോമ്പായി കഴിഞ്ഞാൽ എങ്ങനെയാ നമ്മള് കടം വാങ്ങുക? ഞാനിപ്പോ എന്താ പറയാ, എന്റെ അവസ്ഥ ഇപ്പൊ അനക്ക് അറിയൂലേ. അറബി പറഞ്ഞത്ര ഈ മാസം പൈസ ഇല്ല, അടുത്ത മാസം തരാന്ന്. ഓന് അവിടെ കൊടുക്കാനുണ്ടല്ലോ. ഓനും പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്കൊരു ഇരിക്കക്കൂര ഉണ്ടാക്കിയിട്ടല്ലേ ഇവിടുന്ന് പൊയ്ക്കണത്. അപ്പൊ പിന്നെ കട ഓനല്ലാതെ വേറെ ആരെ വീട്ടുക? അല്ല, എന്നിട്ട് ഓന്റെ പെണ്ണുങ്ങൾ എന്താ പറഞ്ഞത്? പെണ്ണിന്നോട് പറഞ്ഞേ ഓളപ്പാനോടോ അങ്ങളിനോടൊക്കെ ഒന്ന് ചോദിച്ചാലോ ഒരു തരുണ്ടാവും പൈസാന്ന്. അതല്ലല്ലേ ഇങ്ങനെ ഞമ്മള് ചോദിക്ക, ഒരു മടിയല്ലേ, മോശാണ് അതൊക്കെ. പിന്നെ എല്ലാവർക്കും കിറ്റൊക്കെ കിട്ടിക്കണത്ര, നമ്മളോടെ പിന്നെ അതും ഇല്ല. നമ്മക്ക് കിട്ടിയിട്ടില്ലേ? ചെക്കൻ ഗൾഫ് പോയ കാരണം അത്ര ഒന്നും കിട്ടാത്തത്. പാവങ്ങൾക്കാണ് കൊടുക്കുന്നൊക്കൊന്നും എല്ലാം. അതിലൊരു കിറ്റ് നമ്മക്ക് കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ നോമ്പൊക്കെ കഴിഞ്ഞു പോയിന്ന്. നമ്മളെ നാട്ടുകാരല്ലേ, ആര് തരാനാ? ഒക്കത്തിന് സ്വന്തം കാര്യം മാത്രമേ ഉള്ളൂ. ആ റുക്കിയാടൊക്കെ കൊടുന്നു കൊടുത്തിക്കണത്ര, 2 നില പെരൊക്കെയാണ് ഓലിക്ക്, എന്നിട്ടടക്കം കൊടുന്നു കൊടുത്തിക്കണ്. അപ്പൊ ഞമ്മളെ കൽപ്പിച്ചു കൂട്ടിട്ട് ഒഴിവാക്കിയല്ലേ ഓല്. സാരില്ല. ഞാൻ അഞ്ഞൊന്ന് ആലോചിച്ചിരിക്കൊന്നും വേണ്ട, ഒരു കാട്ടി കപ്പ്. ഞാടെ കിടന്നു എന്നൊരു ഭാഗത്ത്. ഏടി എന്താ വാതിലൊക്കെ തുറന്നിട്ട് പണി? ആ താത്ത, എന്താ ഈ വൈക്ക്? ഞാനെടി നമ്മളവിടെ ഇങ്ങനെ ആ പാടത്ത് കുറച്ച് ചീരൊക്കെ ഉണ്ടാക്കിയിരിക്കണല്ലോ, അപ്പൊ അതിന് രസം പൊട്ടിച്ചൊണ്ടാൻ വേണ്ടിട്ട് പോയതാണ്. നാളെ നീ നോമ്പ് തുടങ്ങുന്നല്ലേ, അത്താഴത്തിന് ഒരു സാധനവും ഉണ്ടാവൂല. അല്ല ഇപ്പൊ നനച്ചുള്ളിയൊക്കെ കഴിഞ്ഞാ? ആ നനച്ചുള്ളിയൊക്കെ കഴിഞ്ഞിക്കണ്, ഇനിയിപ്പോ പണികളൊന്നും ഇല്ല. പണികളൊക്കെ നേരത്തെ കഴിഞ്ഞിക്കണ്. സാധനങ്ങളൊക്കെ വാങ്ങി എന്നിട്ട് നോമ്പിനുള്ള? ഇല്ല, സാധനങ്ങളൊക്കെ വാങ്ങണം, ഒന്നും വാങ്ങിയിട്ടില്ല. നിങ്ങളൊക്കെ വാങ്ങിയോ? ഞങ്ങൾ മിഞ്ഞാന്ന് വാങ്ങിക്കണടി. ഇന്ന് നോമ്പാവും വിചാരിച്ചിട്ടേ മിഞ്ഞാന്ന് തന്നെ ഒക്കെ സാധനങ്ങൾ കൊടുന്ന് വെച്ചിക്കണ്. അപ്പളാ പറഞ്ഞത് നാളെയാണ് നോമ്പ് എന്ന്. എന്തായാലും വേണ്ടിയില്ല. നിങ്ങൾ എന്തെങ്കിലും സാധനങ്ങളൊന്നും വാങ്ങാതിരിക്കണു? നിങ്ങക്ക് നാളെ നോമ്പായില്ലേ?
അല്ല, കുറച്ച് സാധനങ്ങൾ ഇവിടെ ഉണ്ട്. അപ്പൊ ഞാൻ അത് കഴിഞ്ഞിട്ട് വാങ്ങാച്ചിട്ടാണ്. നോമ്പിന്റെ ആദ്യം തന്നെ ഇങ്ങനെ സാധനങ്ങൾ വാങ്ങി വെക്കണ്ടല്ലോ ചിട്ടാ. ഇക്ക പൈസ അയച്ചിട്ടില്ലേ, അപ്പോൾ അയക്കുമ്പോ വാങ്ങണം ഇനി എന്തായാലും. ഇനിയിപ്പൊ ഇപ്പൊ തന്നെ ഒന്നും എന്തായാലും വേണ്ട. ഇങ്ങനെ ബിസ്ക്കറ്റ് ഇപ്പൊ എന്ത് കിട്ടാനോ, കുറച്ച് സാധനമൊക്കെ കൂടുതൽ. ഗൾഫ്കാരനായപ്പോ കുറച്ച് പിസ്കല് കൂടിക്കണം നിങ്ങക്ക്. പിസ്കത്തരൊന്നും അല്ല താത്ത. പറയുമ്പോ കാക്ക ഗൾഫിലൊക്കെ തന്നെയാണ്. നിങ്ങളൊക്കെ വിചാരിക്കും നല്ല പൈസയാണ്. പക്ഷെ ആരോട് പറഞ്ഞിട്ടും കാര്യമില്ല, ഒരാളും മനസ്സിലാക്കൂല. ഈ പെര എടുത്തതിന്റെ ലോണും കുറച്ച് അടക്കാണ്ട്. പിന്നെ അതുപോലെ ഇക്കാക്ക് അവിടെയും കുറച്ച് കടങ്ങളൊക്കെ ഉണ്ട് അറബിക്കൊക്കെ കൊടുക്കാനേ. അപ്പൊ അതൊക്കെ കഴിച്ചിട്ട് ഇനി ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ കണ്ട അയക്കുള്ളൂ. അത് ഈ മാസം എന്തായാലും അയക്കൂല. ഇത് അറബി പിടിക്കും എന്ന് പറഞ്ഞിരിക്കണ്. അടുത്ത മാസം ആ പൈസ തന്നെ അയക്കുള്ളൂ. അപ്പൊത്തിന് എന്തെങ്കിലുമൊക്കെ വാങ്ങണം. ഇനിയിപ്പൊ ഒന്നും വാങ്ങണില്ല വെച്ചിട്ടാണ്. ഞാൻ വെറുതെ പറഞ്ഞാടി. അല്ല, എനിക്ക് കിറ്റൊക്കെ കിട്ടിയോ? ഇല്ലല്ലോ, നിങ്ങൾക്കൊക്കെ കിട്ടിയോ? അവിടെ താത്തൊക്കെ പറഞ്ഞേന്ന് കിട്ടിയെന്ന്. ഞങ്ങക്ക് കിട്ടി. എടി പറയാൻ എല്ലാ സാധനങ്ങളും ഉണ്ട് അതില്. ഇപ്പൊ തൊട്ട് കർപ്പൂരം വരെയുള്ള സാധനങ്ങളുണ്ട്. നമ്മുടെ ഈ നാട്ടിൽ നിന്ന് തന്നെയല്ലേ കിട്ടിയാ. എന്താ നിങ്ങൾക്ക് കൊടുന്നേരാഞ്ഞാണാവല്ലേ? ഞങ്ങളോടൊക്കെ കിട്ടിയിരിക്കണ്. ഞങ്ങളോടെയും അതേപോലെ ജമീലാടെയും പിന്നെ ഖദീജാടെയും ഒക്കെ കിട്ടിയിരിക്കണല്ലോ. നിങ്ങക്ക് മാത്രം കിട്ടായേ ഉള്ളൂല്ലേ? എന്താ ഇപ്പൊ കാട്ടപ്പോൻ ഗൾഫ് പോയില്ല, അതുകൊണ്ട് ഈ കാര്യം നിങ്ങൾക്കൊന്നും കിട്ടാതിരുന്നിട്ടുണ്ടാവുക. എന്നാലിപ്പോ അങ്ങനല്ലല്ലോ, ഞങ്ങക്ക് കിട്ടിയ സ്ഥിതിക്ക് നിങ്ങൾക്കും കിട്ടണല്ലോ ഇപ്പൊ. എങ്ങനായാലും. അല്ല, ഇമ്മ എവിടെ? ഇമ്മ ഇപ്പാന്റെ അടുത്തുണ്ട്. ഇക്കിപ്പൊ എന്തായാലും ഇപ്പാനെ കാണാനുള്ള നേരം കിട്ടി. ഞാൻ ആ ചീര അവിടെ വെച്ചിങ്ങാണ്ടാ പോന്നിക്കണ്. ഇനിയിപ്പൊ അതേറ്റാണ് പെരേക്ക് പോട്ടെ. പിന്നെ വേറെ ലാസം മീൻ എന്തെങ്കിലും വാങ്ങും വേണം. അത്താഴത്തിന് ഒന്നും ഇല്ലാത്ത വെജല്ലോ, ഒരു എരും പുളിയെങ്കിലും വേണ്ടേ. എന്നാ ഞാനവിടെ ചെല്ലട്ടെട്ടാ. ആയിക്കോട്ടെ, എന്നാ ചെല്ലിന്നാ. അല്ല, അജ് പെരേക്ക് പോയിന്നാ? പെരേക്ക് പോവാം. പെരേക്ക് പോയി വന്നിട്ട് അധികം ദിവസമൊന്നും ആയിട്ടില്ലല്ലോ, ഒരാഴ്ച അല്ലേ ആയിട്ടുള്ളൂ. അപ്പൊ ഇനി നോമ്പറക്കാനൊക്കെ ആയിട്ടാണ് പോണം വിചാരിക്കുന്നുണ്ട്. ഇവിടെ ശനി വരും വേണല്ലോ. ഓള് വന്നാലേ എനിക്ക് പോവാൻ പറ്റുള്ളൂ. ഇപ്പാണെങ്കിൽ ഇവിടെ വെയ്യാതെ കിടക്കും ചെയ്യല്ലേ. ഇപ്പാനെ അങ്ങനെ ഇട്ട് പോവാൻ പറ്റൂലല്ലോ. ഇമ്മാക്ക് അറിഞ്ഞുണ്ടെങ്കിൽ അധികം പണികളൊന്നും എടുക്കാനും വയ്യ. പിന്നെ ഇനിയിപ്പോ ഓള് വരട്ടെ എന്തായാലും, എന്നിട്ട് വേണം പോവാന്. ഇനിയിപ്പോ നോമ്പറക്കാനായിട്ട് പോയാ മതി എന്തായാലും. എന്നാ ഞാനാണ് ചെല്ലട്ടെട്ടാ. ഓൾക്ക് എല്ലാവർക്കും കിറ്റും സാധനങ്ങളൊക്കെ കിട്ടിയേക്കും. എത്രങ്ങാണ്ട് വലിയ പേരൊക്കെയാണ് ഓൽതൊക്കെ. എന്നിട്ട് ഓൽക്കൊക്കെ കിറ്റുണ്ട്. ഇന്നലെ ഗൾഫിൽ പോയ എന്റെ ഇക്കാക്കില്ലേ. സാരില്ല, നമ്മളെ നാട്ടുകാരൊക്കെ ഒരു കഥ ഇപ്പൊ ഞാൻ ആലോചിക്കും. ആരാണ് വന്നീന്ന്? അതാ റുക്യാത്തേന്ന്. എന്തിനു വന്നതാണ്? അത് ഓലെന്തോ പച്ചക്കറി എന്തോ അരിഞ്ഞു വരുന്നതിന്റെ ഇടയിൽ ഇങ്ങോട്ട് വന്നതാന്ന് പറഞ്ഞു. അല്ലെങ്കിൽ നിങ്ങളെ കാണാൻ വരുന്നൊന്നല്ല, എന്റെ അടുത്തേക്ക് വരുന്നതാണ്. എന്തൊക്കെ ആയി ഏതൊക്കെ ആയി എന്നൊന്നും അറിയണ്ട ഇതിന്റെ ഉള്ളില്. ഞാൻ ഒന്നും ആയിട്ടില്ല എന്ന് പറഞ്ഞപ്പോ നിങ്ങൾ വലിയ ഗൾഫുകാരായിട്ട് നിങ്ങൾക്ക് ഒരു സാധനങ്ങൾ വാങ്ങിയിട്ടില്ല, ഇങ്ങനെ പിസ്കി കൂട്ടിയിട്ട് എന്ത് കിട്ടാനാണ്? ഒരാളെ കളിയാക്കിങ്ങാണ്ട്. ഓൽക്കൊക്കെ കിറ്റൊക്കെ കിട്ടിയിരിക്കണ അത്രമ്മ. ഓലൊക്കെ എത്രങ്ങാടും വലിയ പെരക്കാരാണ്. ഓൽക്കുണ്ട്, ഞമ്മക്കില്ലേ. ഓൽക്ക് കളിയാക്കാനും അതിനൊക്കെ എല്ലാം അറിയുള്ളൂ. നമ്മളെ അവസ്ഥ നമ്മക്കെല്ലാം അറിയുള്ളൂ. ഒന്നും ഉണ്ടാ നിക്കണ്ട. നീ എന്തേലും പറഞ്ഞിട്ടുണ്ടെങ്കിലേ 4 പേരെ പോയി അത് പറയും. എനിക്കും നല്ല ഒന്നും ഉണ്ടായിരിക്കണം. ഞാൻ ഇപ്പാനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പൊ ഇപ്പാക്ക് വല്ലാത്തൊരു സങ്കടം. ഇപ്പാക്ക് നീച്ചടക്കാനും കൂടി വെച്ചല്ലോ. അത് പറഞ്ഞു കൊറേ നൊലോളിച്ച പാവം. ഞാൻ പറഞ്ഞില്ല നിങ്ങളോട് ഇപ്പാനോട് ഇതൊന്നും പറയണ്ടാന്ന്. ഇപ്പാക്ക് ഭയങ്കര സങ്കടം. അങ്ങനെ ഇപ്പാക്ക് നീച്ചടക്കാനും കൂടി പറ്റാത്ത അവസ്ഥയാണ്. നിങ്ങൾ ഇങ്ങനത്തെ ഒക്കെ കാട്ടിയിട്ടുമ്മ ഇപ്പൊ എന്ത് ചെയ്യാനാണ്? ഞാൻ പിന്നെ അതിനോടല്ലാതെ വേറെ ആരോടാ പറയാ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ? ഒരാളോട് പറയാനുള്ളത് ഓൻ ഗൾഫിലാണ്. ഓന്റെ അടുത്ത് ഒന്നും ഇല്ലാത്തോണ്ടല്ലേ നമുക്കിപ്പൊ ഈ ഒരു അവസ്ഥ വന്നത്. ഇപ്പാക്കാണെങ്കിൽ നീച്ചടക്കാനും വെച്ച. അപ്പൊ പിന്നെ ഇവിടുത്തെ കാര്യങ്ങൾ ഇപ്പാനോടല്ലാതെ വേറെ ആരോടെ ഞാൻ പറയാ? ഇതിന് അർഹതപ്പെട്ട ആൾക്കാർക്ക് വാങ്ങി കൊടുത്തൂടെ? ഇതിപ്പോ കുട്ടികളുള്ളതല്ലേ ഇതിന്റെ ഉള്ളില്, ഒരു സാധനം ഇല്ലാതിരിക്കാണ്. എന്നുണ്ടല്ലോ എന്തെങ്കിലും ഒന്നെങ്കിലും നമുക്കൊന്ന് കൊടുന്നേരാ.
കാക്ക ഇപ്പൊ ഗൾഫ് പോയതാണ് ഇപ്പൊ ഏറ്റവും വലിയ പ്രശ്നം ഇവിടെ ഉള്ളവർക്ക്. ഗൾഫ് പോയിട്ട് മരത്തുമെന്ന് പൈസ പൊട്ടിക്കാണെന്നാണ് ഓലൊക്കെ വിചാരം.